ഹായ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്തിൻ്റെ അൺബോക്സിങ് ആണല്ലേ? തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു എയർ ഫ്രയറിൻ്റെ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എയർ ഫ്രയർ നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അതാ ഇതാണ്, അത്യാവശ്യം നല്ല വലിയ സൈസ് ഉണ്ട് കേട്ടോ. 4.2 ലിറ്ററിൻ്റെ ആണ്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് എന്ന് പറയും. ബ്ലിങ്കിറ്റിൽ റേറ്റ് കുറച്ച് കണ്ടപ്പോൾ അങ്ങ് വാങ്ങി, അത്രയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയല്ല നമുക്ക് നോക്കാം. ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒക്കെ നോക്കാം സൈഡിലൊക്കെ. കണ്ടിട്ട് ആകപ്പാട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലുക്കേ തോന്നുള്ളൂ. വെയിറ്റ് ഒന്നും ഇല്ല, വളരെ ലൈറ്റ് ആട്ടത്. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ടച്ച് സ്ക്രീനാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇവിടെ ഒരു പറഞ്ഞിരിക്കുന്ന പോലെ ടൈമും ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി. ഇതിന് മാനുവൽ ഉണ്ട്. ഇത് നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. നമുക്കിതിൻ്റെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 5 മാസമായി ഞാൻ ആ എയർ ഫ്രയർ ഇപ്പോൾ വാങ്ങിയിട്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ആകെ 2-3 പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ഈ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫ്രീസ് ചെയ്തിട്ടുള്ള കട്ട് ചെയ്തത് വാങ്ങും, നേരെ കൊണ്ടുവന്ന് അതിൽ ഫ്രൈ ചെയ്തെടുക്കും. അല്ലാണ്ട് കപ്പലണ്ടി ഇല്ലേ, കപ്പലണ്ടി ഞാൻ വറുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മറ്റേ മുളക് ഉപ്പ് ഇട്ടിട്ട് വറുക്കില്ലേ, അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഉപയോഗിച്ചേക്കുന്നത്, ഞാനൊരു ഹാക്ക് കണ്ടു ഇൻസ്റ്റയില്. നമ്മള് മുട്ട ബോയിൽ ചെയ്യണതിന് പകരം എയർ ഫ്രയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് അത് ബോയിലായി കിട്ടും എന്നുള്ളത്. ബോയിലാണോ ഫ്രൈ ആണോ ബേക്കാണോ, നമ്മൾ നോർമൽ മുട്ട പുഴുങ്ങിയത് പോലെ തന്നെ കിട്ടും. അപ്പൊ അതിനും കൂടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ 6 മാസ സമയത്തിൽ 3 പ്രാവശ്യം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങുക.